കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ കേശാദിപാദം. കാണുന്നില്ലല്ലോ. ആഹാ, ഏടത്തില്ലേ വരുന്നത്? ആ ഏടത്തി എവിടേക്കാ തിരക്കിയത്? ചാവട്ടിയോ? ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങ് ചീട്ടു പോയല്ലോടി. കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പ് കുടിച്ചൊന്നും ഏടത്തി ശ്രദ്ധിക്കണ്ട. പയ്യാരത്തെ തറവാട്ടിൽ ഞങ്ങൾ കാപ്പ് കുടിക്കേണ്ടവരല്ല, കുടിപ്പിക്കേണ്ടവരാ. ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. ആ വേഗം ചെല്ലേ. ശരി. അമ്മായി വരനും കൂട്ടനും എത്താറായി. ഇതുവരെ മാലയും ഒക്കെ എത്തിയിട്ടില്ല. അതൊക്കെ കുട്ടം കൊണ്ടുവന്നോളും. നീ വിരുന്നുകാരുടെ കാര്യം മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചാ മതി. ഇതൊക്കെ ആരാന്നറിയോ? പ്രഭാകരൻ വടക്കേലെ. ഇതെന്റെ മരുമ ശ്രീധരൻ. അറിയാം, ഇത് നമ്മുടെ പഴയ ശ്രീധരനല്ലേ? പഴയ ശ്രീധരനല്ല, ഇപ്പോഴും ശ്രീധരൻ തന്നെയാണേ. വരൻ പട്ടാളക്കാരനല്ലേ? ഏടത്തി സല്യൂട്ടടിച്ച് മടുക്കും. തോക്കുണ്ടാവോ? കുന്തുണ്ടാവുക. ആ പരിപ്പൊന്ന് മീനാക്ഷി എടുത്ത് വേവില്ല. അവള് വരച്ച് വരി നിർത്തും. അല്ലെങ്കിൽ തന്നെ പയ്യാരത്തെ പെണ്ണുങ്ങൾ ആരാ മോശമുള്ളത്? അപ്പൊ നീ പയ്യാരത്തെ അല്ലെന്നുണ്ടോ? പെണ്ണിന്റെ ഓരോ വർത്താനങ്ങളെ. ഇതെവിടെന്നാ? വലിയ മാളിയേക്കൽ ജുവലേഴ്സ്, കോഴിക്കോട്. ആ വരന് പ്രായം ഇത്തിരി കൂടുതലാണെന്ന് കേട്ടൂലോ. കണ്ടാ തോന്നില്ല. അല്ലെങ്കിൽ തന്നെ മീനാക്ഷിക്ക് എത്രയോ പ്രപ്പോസൽ വന്നതാ. ഇതൊന്ന് ഒത്തു കിട്ടിയത് മഹാഭാഗ്യം. കാണാൻ പരമയോഗ്യൻ. നീറ്റ് ആൻഡ് ലെജിബിൾ. ഇതെവിടുന്നാ? കല്യാണി ടെക്സ്റ്റൈൽസ്, തൃശൂർ. ആഹാ, ഇനിയും കഴിഞ്ഞില്ലേ? നീ എന്താ കാട്ടിന് കുന്തം മേടിക്കും അതിൽ ഇവിടെ ഒന്നങ്ങോട്ട് ഇരിക്കണേ? അപ്പുറത്ത് 100 കൂട്ടം പണിയാ. ഓടി നടന്ന് ഒച്ച വെച്ചയ്ക്ക് വയ്യാണ്ടായി. ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എടുത്തി. ഇതുങ്ങളൊക്കെ ഒന്ന് ഒരുക്കി ഇറക്കണ്ടേ? അമ്മായി, ഗോപിക ഇനിയും സാരി പോലും എടുത്തിട്ടില്ല. വെറുതെ വാശി പിടിച്ചിരിക്കുക. എത്ര വന്നിട്ടും കൂട്ടാക്കണില്ല. ഓ, ഇനിയിപ്പോ വല്യേട്ടൻ തന്നെ വന്ന് അണിയിച്ചൊരുക്കിയ പ്രസാദിക്കുള്ളായിരിക്കും. ഓമനെ പേരക്കുട്ടിയല്ലേ? ഞങ്ങൾ എത്ര നേരമായി എടുത്തി അണിയിച്ചൊരുക്കണോ? അവൾക്കെന്താ ഒന്നിങ്ങോട്ട് വന്നാല്? ഇനി വന്നാലോ 100 കുറ്റം കുറവ് എഴുന്നള്ളിക്കും. പണിയെടുക്കാൻ ഞങ്ങള്. വല്യമാമയുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ അവക്കും. ഇതെവിടുന്നാ? കോടതി പോണുണ്ടോ? നിങ്ങൾക്ക് എന്താ കുട്ടികളെ ഇവിടെ കാര്യം? ഒന്ന് വേഗം ആവട്ടെ കേട്ടോ. സരസ്വതി, ഇന്ന് എന്റെ മോളുടെ വിവാഹ. നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഉണ്ടാവില്ലേ സരസ്വതി? ആഹാ, ചേച്ചിയുടെ ഫോട്ടോയുടെ മുന്നിൽ തൊഴുതു പിടിച്ച് നിൽക്കാണോ? ഇങ്ങനെ ഒരു ജന്മം. ദേ, പലരും കല്യാണ പെണ്ണിന്റെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. ഉറക്കം തൂങ്ങി നിൽക്കാണ്ട് ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലു മനുഷ്യ. ദേ, ആൾക്കാരോട് വിട്ടി തോന്ന് എഴുന്നള്ളിക്കരുതേ. നാണക്കേട് എനിക്കാ. കേട്ടില്ലേ സരസ്വതി? നിന്റെ അനുജത്തിയുടെ കൽപ്പന. യത്മിച്ചിട്ടുള്ള ഹുങ്ക് എന്റെ നാവോള് കെട്ടിയിരിക്കുക. ഒരു സ്നേഹവും ഇല്ല. നീ എത്ര ഭേദായിരുന്നു സരസ്വതി. ശിവ ശിവ, ബൊക്കെ ഹാരം ഒക്കെ എത്താൻ ഇത്ര വൈകിട്ട് എന്താ ഗോണും കുട്ടിയെ? കുട്ടൻ ഇപ്പോഴാ അമ്മയെ കൊണ്ടുവന്നത്. അമ്മയുടെ ആളുകളൊക്കെ അമ്മാമ്മയെ തിരക്കണ്ടേ? പെട്ടെന്ന് ചെല്ലാൻ പറയാം. ഞാനും വല്യേട്ടനെ അന്വേഷിച്ച് തന്നെയാ നടക്കണത്. ആഹാ, തിരുമേനി കാര്യമായി ദേഹണത്തിൽ തന്നെയാണല്ലോ. പ്രഥമൻ റെഡി. അവിടെ നിന്ന് സ്വാദ് നോക്കുക. അതൊക്കെ തിരുമേനി തന്നെ അങ്ങോട്ട് നോക്കിയാ മതി. ആ കൈപ്പുണ്യം എല്ലാവർക്കും അറിയാവുന്നതല്ലോ. കേമമായിരിക്കും. കലക്കി. ഇനി ആ കണ്ണാടിയിലേക്ക് നോക്ക. ഒരു ചന്ദനക്കുറി കൂടി ആവല്ലേ? ആവാ. താനും ഒന്ന് തൊടുക. വാർദ്ധക്യായി ഞങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല, എന്നൊരു ജനസംസാരം ഉണ്ടേ. പ്രായമേറിയെന്ന് വെച്ച് ഫാഷൻ യുഗത്തിലല്ലേ നമ്മളും കഴിയണേ. കാലത്തിനൊത്ത കോലം. അടുത്ത മാസം സപ്തതിയാണെന്ന് ഓർമ്മയുണ്ടോ? ജീവിക്കണവരെ ദേ ഇങ്ങനെ സുഖലോലുവനായിട്ട് അങ്ങോട്ട് ജീവിക്കുക. തറവാട്ടിൽ ഇനി ഒരു കല്യാണം കൂടി കൂടാൻ യോഗം ഉണ്ടായില്ലെങ്കിലും. അയ്യോ, അറം പറ്റുന്ന വാക്കൊന്നും പറയരുത്. അവിടുന്ന് ആരോഗ്യവാനായി ഒരു പുരുഷായുസ് മുഴുവൻ ജീവിക്കും. ഉറപ്പാ. സമ്മതിച്ചിരിക്കണം. പക്ഷെ ഒരു വ്യവസ്ഥ. അത്രയും കാലം താനും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പിന്നെ ഉണ്ടാവൂലോ. നമ്മളിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്ന പിന്നെന്താ അതൊരു രസം. നേരായില്ലേ? അഴകിയ രാവണനാവാൻ തന്നെ പുറപ്പാട്. അതേടോ, ഈ 70-ാം വയസ്സിൽ നമ്മൾ ഇരുവരും അവിവാഹിതര്, നിത്യബ്രഹ്മചാരികള്. ഈ ലെവൻഡറിന്റെ മണം കൂടി ആവുമ്പോ അകവും പുറവും ഒരുപോലെ ശുദ്ധാവുമല്ലോ. താനും കൂടെ ഒന്ന് ശുദ്ധാകുക. എന്താ അവിടെ രണ്ടാളും കൂടി കളിത്തട്ട് കളിക്കുക? ദേ, വിരുന്നുകാരൊക്കെ ഏട്ടനെ അന്വേഷിക്കണു. പിന്നെ ഗോപു ഇതുവരെ വേഷം മാറാണ്ട് കെറിയിച്ചിരിക്കാത്രേ. എന്താ? അവക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടാലോ. ഒക്കെ വല്യേട്ടൻ കുഞ്ഞിച്ചും കുഴച്ചും ഉണ്ടാക്കിയ ഹാബിറ്റ്സാ. ഇല്ലാത്ത കുട്ടിയല്ലേ കുഞ്ഞലക്ഷ്മി? അതിന്റെ കുറവൊന്നും അവളെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് വരെയാ, വരനെത്താറായി. ഏട്ടൻ തന്നെ വന്ന് പുന്നാര മോളുടെ കെറിവ് അങ്ങോട്ട് തീർക്ക. ഒന്ന് വരെയാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? കോളേജിലോ? ഞാനോ? ഒന്ന് പോയി ഏട്ടാ, ചെറിയ കുട്ടികളെ പോലെ. അല്ല കുഞ്ഞലക്ഷ്മി, നിന്നെ ഇപ്പൊ കണ്ട ഒരു 16-ലപ്പുറം മതിക്കില്ല. എന്താ ശങ്കു? അത് ഓമന പെങ്ങളായോണ്ട് തോന്നുക. 16 മതിക്കില്ല, ഒരു 18. കൊള്ളാം. കുസൃതി എഴുന്നള്ളിക്കാൻ വല്യേട്ടനും കൂട്ടുപിടിക്കാൻ ശങ്കുമാമന്. പയ്യാരത്തെ കുഞ്ഞലക്ഷ്മി ഒന്ന് വിലസട്ടെ. എന്താ വല്യേട്ടാ? അമ്മാമേ, ഐജി എത്തിയിരിക്കണു.
VIP സീറ്റ് കൊണ്ട് നിർത്തൂ, ഞാനിതാ വന്നു കഴിഞ്ഞു. അയ്യേ അമ്മ എന്തേ മണക്കണേ? റിട്ടയർഡ് ഹെഡ് മിസ്ട്രസിനെ വയസ്സ് 65 സ്പ്രേയും പൂശി വല്യമാമയുടെ മുന്നിൽ കഷ്ടമാണമ്മേ. ഓ, ആദ്യം ഗോപിയെ കാണണോ അതോ ഐജിയെ കാണണോ? ആദ്യം ഗോപികയെ കാണുന്നതാണ് ക്രമസമാധാനത്തിന് നല്ലത്. വാ മോളെ, അമ്മാമ്മയുടെ വേഷം എങ്ങനെയുണ്ട്? വല്യമാമ ചെത്തിയിട്ടുണ്ട്. വല്യമാമ മാത്രല്ല, എല്ലാരും. മോൾക്കും ചെത്തണ്ടേ? ഇതിട്ടിട്ടാ ചെത്തുക? ഈ സാരിക്ക് മാച്ച് ആവോ ഈ നെക്ലേസ്? ഓ, അത് ശരിയാണല്ലോ. ആരാ ഇത് പോയി സെലക്ട് ചെയ്ത്? കുട്ടി തന്നെയല്ലേ കട മുഴുവൻ അരിച്ചു പറിക്കും എടുത്തോണ്ട് വന്നത്. എന്നാലും കുട്ടിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. താനതിനെ വിമർശിക്കുക. ആ കുട്ടിനെ എങ്ങനെ വിളിക്കുക? കുട്ടാ, ഞാനിവിടെ ഉണ്ട്. എടോ, സ്റ്റിയറിംഗ് കൈ കിട്ടിയാ പറപ്പിക്കുന്ന ആളല്ലേ. കോഴിക്കോട് വരെ പോയി, ഇതൊന്ന് മാറ്റി വന്നൂടെ? അയ്യോ, 100 കിലോമീറ്റർ ഓടണം, മുഹൂർത്തം തെറ്റും. പിന്നെന്താ ഒരു വഴി? കല്യാണം അങ്ങോട്ട് മാറ്റി വെക്കാം. കറക്റ്റ്. അതെ, കല്യാണം നാളെ ആയാലും നടത്താം. അതെ. ഇത് കിട്ടോണ്ട് വേണ്ട. കളിയാക്കണ്ട. എനിക്ക് വേണ്ടി കല്യാണം മാറ്റൊന്നും വേണ്ട. ഇത് മാച്ച് അല്ലാന്നുണ്ടോ ശങ്കുണ്ണിയെ? ഇത് മാച്ച് അല്ലാന്നുണ്ടോ? അല്ലെ, എനിക്കിപ്പോ അതാണ് ഒരു സംശയം. എന്ത് ചോദിച്ചാലും തനിക്കൊരു ശങ്കയാ. അതല്ലേ ശങ്കുണ്ണിന് തന്നെ പേരിട്ടത്. ശങ്കയുള്ള ഉണ്ണി ശങ്കുണ്ണി അല്ലേ? ഓ, ശരിയാ, മാച്ച് അല്ല. പക്ഷേ പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? നീ ഇത് കൊടുത്ത നാളെ ഇതൊരു ഫാഷനായി തീരും. വല്യമ്മാമയല്ലേ പറയണേ? വേഗം. വല്യമാമ പറഞ്ഞതുകൊണ്ട് ഞാനിത് കൊടുക്കാം. പക്ഷെ എന്നെ പുകഴ്ത്തിയൊണ്ടൊന്നല്ല കേട്ടോ. വല്യമാമ ജസ്റ്റിസ് വന്നു. മോളെ വേഗം. വരെ. ഹലോ, ഹാർട്ടി വെൽക്കം ജസ്റ്റിസ് രാമമൂർത്തി. ജഡ്ജി അദ്ദേഹം എന്തായി കാണിച്ചത്? ഗുരുത്വം മറക്കരുതല്ലോ. പയ്യാരത്ത് മെമ്മോറിയൽ സ്കൂളിൽ അങ്ങയിൽ നിന്നല്ലേ ആദ്യാക്ഷരം ഞാൻ പഠിച്ചത്. ഗുരുവിനേക്കാൾ വലുതായില്ലേ ശിഷ്യൻ? പിന്നെന്താ? സദാശിവനാരെ, അമ്മാമേ, ഇദ്ദേഹത്തെ മുന്നേ എഴുതിക്കൊണ്ടിരുത്തുക. നമസ്കാരം സർ. നമസ്കാരം. പറഞ്ഞു. ഹലോ. ഹലോ സർ. മിസ്റ്റർ ജയചന്ദ്രൻ, കുടുംബം എത്തിയിട്ടില്ലേ? ഉണ്ട് സർ, എല്ലാരും എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. കമ്മീഷണർ ആയ ശേഷം ഇങ്ങോട്ട് കണ്ടിട്ടില്ല. വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെ പോലീസിന്റെ സഹായം പയ്യാരത്ത് ആവശ്യമില്ലല്ലോ. അമ്മാമേ, മന്ത്രി വന്നു. ഇദ്ദേഹത്തെ അവിടെ ഇരുത്തു. വന്നോളൂ. എക്സ്ക്യൂസ് മീ. എവിടെയോ കണ്ട് മറന്ന പോലെ. ഏയ്, അതിന് വഴിയില്ല. ഞാനിവിടെ ആദ്യ. വരന്റെ കൂട്ടരാവും അല്ലേ? സാധാരണ വിവാഹം കഴിഞ്ഞാൽ പെണ്ണിനെ കുടിവെക്കുന്നത് ചെറുക്കന്റെ വീട്ടിലാ. ഇവിടെയെല്ലാം ഒരിടത്ത് തന്നെ വിവാഹവും കുടിവെക്കലും പിന്നെ ഭർത്താവിന്റെ കുടികിടപ്പും എല്ലാം പണ്ട് മുതലുള്ള ചിട്ടയാ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല. ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. കളിയാക്കുക? അല്ലെന്റെ മീനു, തറവാട്ടിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് തന്നെ ഞാൻ വിവാഹം കഴിച്ച് സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല. പിന്നെന്താ, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് തന്നെ ബോധിച്ചടോ. എന്റെ ഭാഗ്യം. പയ്യാരത്ത് തറവാട്ടിലെ സംബന്ധക്കാരനാകാൻ കഴിച്ചത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു കേട്ടു. ആട്ടെ, എന്താ തറവാട്ടിലെ ആസ്തി? എനിക്കറിയില്ല, ഒക്കെ വല്യമാമയ്ക്ക് അറിയൂ. മറ്റുള്ള സംബന്ധക്കാർക്കും അറിയില്ല? ആരും വല്യമാമയോട് ചോദിക്കാറ് പോലും ഇല്ല. ഓ, അപ്പൊ ഇവിടെ എല്ലാം വല്യമ്മാവയാണ്. നേരെ കുറെ ആയി. ആ പിളക്കൊന്ന് കിടത്തനായിരുന്നു. എന്താ, അതിലും വല്യമ്മാമയുടെ സമ്മതം വേണോ? യോ, എന്താ ഈ കാട്ടണേ? ഈ തറവാട്ടിൽ സിഗരറ്റ് വലിക്കേ? ഇതൊക്കെ ഇവിടെ നിഷിദ്ധ കേട്ടോ. അപ്പൊ ഇവിടെ ആരും ചേർത്ത് വലിക്കാറില്ലേ? ഇല്ലേ ഇല്ല. ദേ, ഈ മീശ പോലും ഇവിടെ പാടില്ല കേട്ടോ. മീശ വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ? വല്യമാമയുടെ കണ്ണി പെട്ടാ. ഓ പിന്നെ, ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാ ഇത്. ഇതെടുക്കേ. ഓരോരോ നിയമങ്ങളെ. വേണമെങ്കിൽ ഇത് ഇങ്ങനെ താഴോട്ടാക്കാം. ആ, ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ മദ്യം? അയ്യോ, ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ. വല്യമാമ അറിഞ്ഞ എന്തൊക്കെയോ ഉണ്ടാവും എന്റെ പരദൈവങ്ങളെ. ഒന്നും ഉണ്ടാവില്ല എന്റെ മീനു.
ഇത് കേന്ദ്ര സർക്കാർ രേഖാമൂലം അനുവദിച്ചു തന്നിട്ടുള്ളതാ. അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമ്മാമക്കില്ലല്ലോ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാം. ഭഗവതി രക്ഷിക്കണേ. കല്യാണത്തിന് വന്നിരുന്നില്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ല. ഇല്ലേ? ഇല്ല, ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. രസികനാണല്ലേ? അല്ല, രാമനാഥനാ. അപ്പൊ സംസ്കൃതത്തിൽ മാത്രമല്ല ഭരിതത്തിലും നിപുണനാണല്ലേ? കൂടെ നടക്കണുണ്ടല്ലോ. ഇതുപോലൊരു ഭരിതൻ തന്റെ നാവിന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു, കുളക്കടവിൽ വെച്ച്. പടിക്കെട്ടിലപ്പടി വഴുക്കലാണല്ലോ, ഇവിടെ ആരോ താളി പിഴിഞ്ഞൊഴിച്ചത് അവിടെ ചോദിച്ചപ്പോ അബദ്ധം പറ്റി നമുക്ക് ആ കടവ് മാറിപ്പോയതാണെന്ന് ഞാൻ ആലോചിക്കാൻ വയ്യേ. എടോ, എന്നിട്ട് താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ? ഇതാ ഫലിതം. ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ശരിയാ. ആ, നല്ല ഉച്ചാരണ ശുദ്ധി. ആരാ സംസ്കൃതം പഠിപ്പിച്ചേ? സുബ്രഹ്മണ്യ ശർമ്മ. അതെ, ചോദിക്കാൻ മറന്നു. രാമനാഥൻ ഇവിടെ എവിടെയാ? കുറച്ചകലെയാ. എന്നാലും എനിക്ക് അങ്ങനെ നന്നായി അറിയാം, ഒരുപാട് കേട്ടിരിക്കണു. അതെങ്ങനെ? അതിപ്പോ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയും, പക്ഷെ വെളിച്ചപ്പാടിന് എന്നാ ഈ വെളിച്ചപ്പാട് അങ്ങനെയല്ല. പത്മനാഭൻ നായരെ അറിയണവരെ പത്മനാഭൻ നായരും അറിയും. പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യനല്ലേ. ശകുന്തളയെ തിരിച്ചറിയാൻ ദുഷ്യന്തനൊരു മുദ്രമോതിരം വേണ്ടി വന്നു. ഫലിതം. വല്യമാമേ, ഇത് കണ്ടോ? തറവാട്ട് വളപ്പിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ ഇപ്പൊ ആരും കണ്ടവരും ഇല്ല, കേട്ടവരും ഇല്ല. എന്താ ഇത്? തറവാട്ടിൽ മദ്യപിക്ക്? ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെയും കൊണ്ടിട്ടതാവും. അതിനിപ്പോ ആരാ അങ്ങോട്ട് ധൈര്യപ്പെടുക? പിന്നെ ഇത് ഉപയോഗിച്ചത് ആരാ? ശത്രുഘ്നപിള്ളേ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മനസ്സിലായി. മറ്റുള്ളവരാരും ഇത് ചെയ്യില്ല. ശീലിച്ചു പോയതാ. എന്നാ ആ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ? കാർത്തിയായനി, എന്തോ? ഇതൊന്നും ഇവിടെ നടപ്പില്ലാന്ന് മരുമകനെ പറഞ്ഞ് മനസ്സിലാക്കുക. ചങ്കമ്മ വല്യമാമയോട് പറഞ്ഞ് മാപ്പാക്കണം. ഒരു തെറ്റ് പറ്റിയതാ. ഇനി കുട്ടി വിഷമിക്കണ്ട. ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. കുട്ടാ, സുധിക്ക് വയസ്സ് 16 അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8. നാണിക്കുട്ടി സംബന്ധക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പാപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7. സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി, ഇപ്പൊ എടുത്തോണ്ട് പോ. കളയില്ലേ? അമ്മുട്ടി സംബന്ധക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം. കുട്ടാ, പഞ്ചസാര നിരോധനം. എന്താ മീനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാ, ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. ആ, മീനാക്ഷി സംബന്ധക്കാരൻ ചത്തു. സംബന്ധക്കാരൻ ചത്തോ? അയ്യോ, സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ, എനിക്കിത് മാത്രല്ല പണി. മില്ലിൽ പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ? അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അതെത്ര വേണമെന്ന് വെച്ചാകാം, അതിനോട് യാതൊരു നിയന്ത്രണമില്ല. മീനു, കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും മീനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ, എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരെ കാണല്ലോ. പറഞ്ഞുണ്ടോ? എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. എനിക്ക് മില്ലി പോണം. കൃത്യം 9 മണിക്ക് പടപ്പുറപ്പാടാ.
വല്യമാമേ മറ്റന്നാ റിസൾട്ട് വരും കേട്ടോ. നിനക്ക് ക്ലാസ് ഉറപ്പല്ലേ? ആ നീ എങ്ങോട്ടാ? ലൈബ്രറിയിലേക്ക്. വളരെ സൂക്ഷിച്ചു പോകണം. വെപ്രാളൊന്നും പിടിക്കണ്ട. ഏറെ സ്പീഡൊന്നും പോണ്ടാട്ടോ. ആയിക്കോട്ടെ. ടാറ്റാ. ഇതെന്താ യുദ്ധക്കളത്തിലേക്കുള്ള പുറപ്പാടാ? എന്താ തറവാട്ടിലെ സേനാബലം കണ്ട് അസഹ്യ തോന്നുന്നുണ്ടോ? കണ്ണൊന്നും പെട്ടേക്കരുത് കേട്ടോ. ഒരു ശക്തിമാൻ ട്രക്ക് നാളെ എനിക്കും വേണ്ടി വരും. ഗുഡ് മോർണിംഗ്. ഇന്ന് 5 വാഗൻ ലോഡ് ചെയ്യണം. മിസ്റ്റർ ശങ്കരൻകുട്ടി, കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എടാ ശ്രീധര, അസിസ്റ്റന്റ് മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ച് വല്ലാതെ അങ്ങോട്ട് കയറി കൊത്തണ്ട. ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ. നീ വെറും സംബന്ധക്കാരൻ. അത് കുടുംബത്ത്. മില്ലിൽ വന്നാ നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുമസ്തന്മാരും. വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ. മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഐ മീൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ലുക്ക് മിസ്റ്റർ ശങ്കരൻകുട്ടി, ഗോവിന്ദൻകുട്ടി ആൻഡ് ആൾ കുട്ടീസ്, I want to see that 5 wagons should be loaded today. Understand? മുമ്പേക്കൊന്ന് വിളിക്കണം. മറക്കരുത്. ഇല്ല, കൽക്കട്ടയ്ക്ക് ലോഡ് അയക്കണം. ഓക്കെ ശരി സാർ. കുഞ്ഞിരാമ, ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്. ഡിസ്ചാർജ് ചെയ്തില്ല. എന്നിട്ടാണോ താനിന്ന് പഠിക്കു വന്നത്? ലീവില്ല. സാരമില്ല, പൊയ്ക്കോളൂ. പൊതുവാളെ, തന്റെ മകളുടെ വിവാഹകാര്യം എന്തായി? എല്ലാ വസ്തു ഇനി ഉറപ്പിക്കണം. പക്ഷേ ഉറപ്പിച്ചോളൂ, ഒക്കെ മംഗളമായി നടക്കും. നമുക്ക് വഴിയുണ്ടാക്കാം. പൊതുവാളിന് 25,000 ഉറുപ്പിക കൊടുത്തേക്കും. ഓക്കെ സാർ. എന്റെ കാര്യം, രാഘവന്റെ പ്രൊമോഷന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം. ആ രാമനാഥൻ, താൻ എപ്പോ നോക്കിയാലും എന്റെ പിന്നിലുണ്ടല്ലോ. ഞാൻ അങ്ങയുടെ പിന്നിലല്ല, അങ്ങാണ് എന്റെ മുന്നിൽ വന്ന് നിന്നത്. താനെന്താ ഇവിടെ? ഒരു ബന്ധുവിനെ കാണാൻ വന്നതാ. ഇവിടെ തനിക്ക് ഞാൻ അറിയാത്തൊരു ബന്ധു? അതാരാണോ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. എന്നിട്ട് കണ്ടുവോ? കണ്ടു, ഇപ്പൊ കണ്ടു. താൻ അകത്തേക്ക് വരിക. താൻ ഇരിക്കൂ. മിസ്റ്റർ മേനോൻ, ഇത് രാമനാഥൻ, എന്റെ യുവ സുഹൃത്ത്, വിജ്ഞാനി, സരസൻ, സഹൃദയൻ. രാമനാഥൻ, ഇത് മിസ്റ്റർ മേനോൻ. തറവാട്ടിൽ ശങ്കുണ്ണിയെ പോലെ ഓഫീസിൽ മേനോനാണ് എല്ലാം. സാർ, ഇൻകം ടാക്സിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. 1 മിനിറ്റ്. അസസ്മെന്റ് സബ്മിറ്റ് ചെയ്തില്ലേ? ഇത് റെക്ടിഫിക്കേഷൻ നോട്ടീസാ. നമ്മൾ ഡിപ്രിസിയേഷൻ വർക്ക്ഔട്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടത്രേ. സ്റ്റേറ്റ് സബ്സിഡി പരിഗണിച്ചിട്ടില്ലെന്നാ അവര് പറയുന്നത്. ഓഡിറ്റർ ഒന്ന് കാണണം, മറുപടി അയക്കണ്ടേ? അല്ല, ഇതിനെന്തിനാ ഓഡിറ്റ് എടുത്ത് പോകുന്നത്? സ്റ്റേറ്റ് സബ്സിഡി ഡിഡക്ട് ചെയ്യണ്ട, സുപ്രീം കോടതി ഡിസിഷൻ ഉണ്ട്. According to 209 ITR 129, the Supreme Court has emphatically decided that state subsidy should not be deducted from the actual cost for the purpose of depreciation, while pointing out that merely because the subsidy is quantified as to a percentage of such cost, it does not take away the character of payment, which is neither intended directly nor indirectly to meet the actual cost. Brilliant. താൻ ആള് കൊള്ളാമല്ലോ. ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ അങ്ങനെ ഒരു മറുപടി അയക്കാം അല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. രാമനാഥൻ, ഒരു ഒഴിവ് ദിവസം സൗകര്യമുള്ളപ്പോ താൻ തറവാട്ടിലേക്കൊന്ന് വരണം. ഒരു കേട്സി കോൾ. ഷുവർ. താങ്ക് യു സർ. താങ്ക് യു സാർ. അത് ചെല്ലമ്മേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ? ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ ഇത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടിന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. അപ്പാ, ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ നീ പറയണേ? ആ, തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടിന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. കൊള്ളിച്ച് പറയണ്ട ചെറിയമ്മ, ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക.
അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല്. ബദാം ചേർത്തില്ലമ്മേ? ഉവ്. ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന് തുമ്പത്തെ ദേഷ്യം. ചിലപ്പോ തോക്കെടുത്താലോ.